Good evening and welcome to Olympic Special. ഞാൻ ലിയോ. ടോക്കിയോയിൽ ഒളിമ്പിക്സ് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ആവേശത്തിലേക്ക് ഏവരും എത്തിയിരിക്കുകയാണ്. നമുക്ക് ആവേശം നൽകിക്കൊണ്ട് ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു വെള്ളി മെഡൽ സ്വന്തമാക്കുകയും ചെയ്തു. തുടങ്ങാം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ദേശീയ ബോക്സിംഗ് കോച്ച് ശ്രീ ഡി ചന്ദ്രലാൽ, ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീം മുൻ കോച്ച് ശ്രീ രവി വർമ്മ, ടോക്കിയോയിൽ നിന്നും സതീഷ് കുമാർ എന്നിവർ ചേരുകയാണ്. ആദ്യം ഇന്നത്തെ മീരാഭായ് ചാനുവിൻ്റെ മത്സരഫലം എന്ന് നമുക്ക് നോക്കാം. ടോക്കിയോ ഒളിമ്പിക്സിലെ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിലൂടെ ഇന്ത്യ വെള്ളി മെഡൽ സ്വന്തമാക്കി. 49 കിലോ വിഭാഗത്തിലാണ് ചാനു സ്വർണം നേടിയത്. സ്നാച്ചിൽ 87, ക്ലീൻ ആൻഡ് ജേർക്കിൽ 115 കിലോ ആണ് മീര ഉയർത്തിയത്. സ്നാച്ചിൽ 94, ക്ലീൻ ആൻഡ് ജേർക്കിൽ 116 കിലോയും ഉൾപ്പെടെ 210 കിലോ ഉയർത്തി ചൈനയുടെ ഹൗ സിഹുയി ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടി. 194 കിലോ ഉയർത്തിയ ഇന്തോനേഷ്യയിലെ WC ഐഷയ്ക്കാണ് വെങ്കല മെഡൽ. ആദ്യം നമുക്ക് ഈ ഒരു സന്തോഷമൊന്ന് പങ്കുവയ്ക്കാം, ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കാം. ശ്രീ ചന്ദ്രലാൽ, എങ്ങനെയാണ് ഇന്നത്തെ വെള്ളി മെഡൽ? ബോക്സിംഗ് കോച്ചാണ് എങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ നേട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? തികച്ചും സന്തോഷമുണ്ട്. മീരാഭായ് ചാനു ഓൾറെഡി വേൾഡ് ലെവലിലെത്തിയാണ്. വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു, വേൾഡ് മെഡലിസ്റ്റ് ആണ്. ആൻഡ് വി വെർ എക്സ്പെക്ടിങ് ഹർ പെർഫോമൻസ് ഓൾസോ. ആൻഡ് ഷീ ഈസ് ദ ഓൺലി വെയ്റ്റ് ലിഫ്റ്റർ ഫ്രം ഇന്ത്യ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ഒളിമ്പിക്സ്. ദാറ്റ്സ് ഓൾസോ സ്ട്രെങ്ത്. ആൻഡ് നമുക്കെല്ലാം അറിയാം, കർണം മല്ലേശ്വരി ഇന്ത്യയുടെ യശസ് ഉയർത്തിയതാണ് ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്പോർട്ടിൽ തന്നെ. സോ വെയ്റ്റ് ലിഫ്റ്റിംഗിന് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഇസ് വെരി ഹൈ. And Mirabai Chanu has already proved it. Last Olympics she couldn't, perform well. So her performance was really good. And anyhow, all Indians are proud that India has already come into the medal tally on the very second day itself. That's something great. Normally we used to wait for the last 2-3 days to come into the medal stage. That clearly shows that, the sports is improving. Our athletes are performing well. That's a positive sign. And all congratulations to Mirabai Chanu for making India proud in this Olympics. Yes. ഞാൻ അങ്ങയിലേക്ക് വരാം. കാരണം നാളെ മേരി കോം ബൗട്ടിന് ഇറങ്ങുന്നുണ്ട്. അതിനടുത്ത ദിവസം നമുക്ക് എനിക്ക് തോന്നുന്നു അമിത് പങ്കൽ വലിയൊരു പ്രതീക്ഷയാണ് ഇന്ത്യയുടേത്. നമുക്ക് ബോക്സിങ്ങിലേക്ക് കടക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ മീരയുടെ വെള്ളി മെഡൽ നേട്ടത്തെക്കുറിച്ചുള്ള അഭിപ്രായം തേടാം. കോച്ച് രവി വർമ്മയോട് ഹോക്കിയിലേക്ക് കടക്കുന്നതിന് മുൻപ് മീരയുടെ നേട്ടത്തെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു അങ്ങേ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ കേൾക്കാം. നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ഈ ദിവസം തന്നെ നമ്മൾ മെഡൽ നേടുക എന്നുള്ളത്. നമ്മുടെ എല്ലാ ടീംസിനും അതൊരു ഊർജം, എല്ലാം മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയാൻ ഇത് പ്രചോദനം നൽകും എന്നാണ് എൻ്റെ വിശ്വാസം. ഐ റിയലി വിത്ത് ഹാർട്ട്ഫുള്ളി കൺഗ്രാജുലേറ്റ് മെരി. യെസ്. ഓക്കെ, മിസ്റ്റർ സതീഷിലേക്ക്. ശ്രീ സതീഷ്, നമ്മളിപ്പോൾ ടോക്കിയോ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ ഒളിമ്പിക്സ് അനിശ്ചിതാവസ്ഥകൾക്കൊടുവിൽ സാധ്യമായിരിക്കുകയാണ്. എല്ലാവരും വളരെ സംശയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ഈ ഒളിമ്പിക്സ് ഇനിയും മാറ്റിവെക്കുമോ? 2021 ജൂലൈ മാസത്തിൽ തന്നെ ഇത് തുടങ്ങുമോ? അതോ ഇനി വീണ്ടും നമുക്ക് ഈ വർഷം അവസാനത്തേക്കോ വീണ്ടും 2022 ഒക്കെ പോകുമോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ സംശയത്തിനൊന്നും ഒരു ഇടവും നൽകാതെ ജപ്പാൻ ഈ ദിവസം തന്നെ, കൃത്യമായി ഒരു വർഷം മുൻപ് നിശ്ചയിച്ച ദിവസം തന്നെ തീരുമാനിക്കുകയും ഈ മേളയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അത് സാധ്യമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ജപ്പാന്റെ ദൃഢനിശ്ചയം ഒരിക്കൽ കൂടി ലോകം കാണുകയാണോ? എന്താണ് ഈ ടോക്കിയോ മേളയെക്കുറിച്ച് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം? അങ്ങ് അവിടെ ഏറെക്കാലമായി തുടരുകയാണല്ലോ. പൊതുവിൽ എന്തൊക്കെയാണ് അവിടെ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? ലിയോ, താങ്ക് യു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. So as an Indian, as a Malayali at Tokyo, വളരെ വളരെ പ്രൗഡാണ് ഈ സിറ്റുവേഷൻ. ഇപ്പം ഈ ജാപ്പനീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മോണോസുക്കോറി എന്നൊരു കാര്യം പറയും. മോണോസുക്കോറി എന്ന് ജാപ്പനീസിൽ പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദേ ആർ മെറ്റിക്കുലസ് പ്ലാനിങ്.
എല്ലാം മെറ്റിക്കുലസ് പ്ലാനിങ് ആണ്. നമ്മൾ തന്നെ അമ്പരന്ന് പോകും. സോ ലാസ്റ്റ് ഇയർ ഇങ്ങനെ ഒരു കോവിഡ് എന്നൊരു സമയം വന്നിട്ട് അവര് അത് ഈ വർഷം എങ്ങനെയെങ്കിലും നടത്തണം എന്ന് വിചാരിച്ച് അവര് ദേവർ ലൈക്ക് ഡിഡ് ലോഡ് ഓഫ് പ്ലാനിങ്. സോ എന്റെ അറിവില് വൺ ഓഫ് ദ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് ട്രാവൽ സ്റ്റോപ്പ് ചെയ്തു. ലാസ്റ്റ് ഒരു 18 months നോ ട്രാവൽ ടു ജപ്പാൻ. പിന്നെ ഈ ഒളിമ്പിക് സമയത്ത് ആത്ലറ്റ്സ് മാത്രം തുറന്നു വിട്ടവര്. സോ ദിസ് ഇസ് എ വെരി വെരി മെറ്റിക്കുലസ് പ്ലാനിങ്. ഓഫ് കോഴ്സ് ശകലം കോവിഡ് കേസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് ബൂമറാങ് ദി എൻറ്റയർ സിറ്റുവേഷൻ. ഇപ്പൊ ഇഞ്ഞൊന്ന് പറയുമ്പം ലോട്ട് ഓഫ് കൺട്രീസ് ബോയ്ക്കോട്ടഡ്. ഇപ്പം ഇങ്ങനെ ഞങ്ങളാളെ അയക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് കോവിഡ് എക്സെട്ര. പക്ഷേ Japan went ahead, and not only from outside Japan, but from inside Japan also there was some protest. ഇത് നടക്കോ ഇല്ലേ? So I think it's a very, very wonderful, the thought of of Japanese people. ഇപ്പൊ ലിയോ പറഞ്ഞ പോലെയാണ്, അവര് ഒരു കാര്യം എടുത്താൽ ആ കാര്യം സാധിക്കുക. ഇത് നമ്മൾക്കും നമ്മളെ മക്കൾക്കെല്ലാം ഇത് വലിയൊരു പാഠമാണ് ആക്ച്വലി. ഐ തിങ്ക് ദിസ് ഇസ് എ ഫാന്റാസ്റ്റിക് വൺ. ആൻഡ് യു ഓൾസോ നോ ദാറ്റ്, ഇനിയൊരു കാര്യം ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കാം ഇവിടെ. ജാപ്പനീസ് ജനറലി ഭയങ്കര പൊളൈറ്റ് ആണ്. അപ്പം ഇപ്പൊ ഇവര് ബേസിക് ആയിട്ട് ഇപ്പം അവരൊരു ഒളിമ്പിക്സ് പ്ലാൻ ചെയ്ത് ആ ഒളിമ്പിക്സ് അതിനെ സ്റ്റോപ്പ് ചെയ്താൽ എൻറ്റയർ വേൾഡ് ഹേർട്ട് ആയി പോകും. അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതും ഒരു റീസൺ ആണ് അവർ ഇതിനെ കണ്ടിന്യൂ ചെയ്തത്. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് എവറിത്തിങ് വെന്റ് വെൽ. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഞാൻ അങ്ങയിലേക്ക് വരാം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിലേക്ക് പോകാം നമുക്ക്. അത് വികാസ് കൃഷ്ണൻ്റെ മത്സരമായിരുന്നു. എനിക്ക് ശ്രീ ചന്ദ്രലാലിനോട് ചോദിക്കാനുള്ളത്, വികാസ് കൃഷ്ണൻ 69 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചു. പക്ഷേ ആദ്യ റൗണ്ട് എക്സിറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. വികാസ് കുറെ കൂടി അഡ്വാൻസ് ചെയ്യുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ തന്നെ ബൗട്ടിലുടനീളം അദ്ദേഹം വളരെ സ്ലോ ആയി കാണപ്പെട്ടു. അതോ എതിരാളി ഓവർ അഗ്രസീവ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത്? എവിടെയാണ് വികാസിനെ പിഴച്ചത്? വികാസിന്റെ നോർമൽ പെർഫോമൻസിന്റെ ഒരു 10% പോലും ഇന്ന് പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വികാസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 75 kg കാറ്റഗറിയിലായിരുന്നു കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കാറ്റഗറിയിലാണ് ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും ഒക്കെ മെഡൽ വിൻ ചെയ്തത്. സോ നൗ വികാസ് ഹാസ് കം ഡൗൺ ടു 69 kg കാറ്റഗറി. അപ്പൊ വെയിറ്റ് റിഡക്ഷൻ ഒരു ഫാക്ടർ ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് മോർ ഓവർ it was quite surprising. He did not perform at all. Right from the start he was trailing. And of course, he was aggressive and he was moving forward, and he couldn't get that Japanese boxer in the target. He couldn't corner him. Normally, he could have cornered in the ring and he could have faced him easily. But his strategy has failed. He did not put any effort. And right from the beginning itself, without any doubt, all the 5 judges has given to the Japanese boxer. And it is very clear, Japan is not that, a boxing nation. We were always taking them in the right way. And of course, Vikas is an Asian Games gold medalist, Commonwealth Games medalist, World Championship medalist. He is one of the most experienced boxer in the Indian men team. And we have expected at least, he could have reached to the medal stage. But surprising, I don't know what has happened, whether the planning is not done. And he has done his training also well. And of course, he is always an injury-prone boxer. Last many competition, he comes into the medal stage and he gives a walkover. He always gets a cut. Since we are not using head guard, he always, sustains certain small injuries in his face. And he used to give walkover once he reaches the medal stage. That was his track record for the past 2 years. But anyhow, I have nothing to say about him, because that much, his performance was not at all up to the mark. Even though he has lost, he did not give a good fight even. See, normally winning and losing is always a part of the sport, but he did not fight. He has let the Indians down. And I feel that it was a poor start. Let that poor start be there itself. And let the remaining boxers excel forward. തീർച്ചയായിട്ടും ഈ ബോക്സേഴ്സിനെല്ലാം ഏറെ നാൾ അങ്ങ് അടുത്ത് ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി അങ്ങയിൽ നിന്നും അഭിപ്രായം കിട്ടും.
ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. കാരണം ഇനി നാളെ മേരി കോമിൻ്റെ ബൗട്ടുണ്ട്. അതിനുശേഷം അമിത് പങ്കൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുണ്ട്. അതിലേക്കൊക്കെ വരാം. അവരുടെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്നത്തെ ഹോക്കി മാച്ചിനെ കുറിച്ച് നമുക്കറിയാം, മനസ്സിലാക്കാം. ഞാൻ ശ്രീ രവിവർമ്മയിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ എല്ലാവരും ഉറ്റുനോക്കിയ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു. ന്യൂസിലൻഡിനെ 3-2 തോൽപ്പിച്ചുകൊണ്ട് ആദ്യ ക്വാർട്ടറിൽ ന്യൂസിലൻഡ് സ്കോർ ചെയ്യുന്നു. പിന്നെ തുടർച്ചയായി 3 ഗോളുകൾ ഇന്ത്യ അടിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഗോൾ ന്യൂസിലൻഡ് സ്കോർ ചെയ്യുന്നു. അവസാനം അവർ വളരെ ഹാർഡായിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടരെയുള്ള 3 പെനാൽറ്റി കോർണറുകൾ, ഒപ്പം നമ്മുടെ ശ്രീജേഷിൻ്റെ ഗംഭീര സേവുകളും. എങ്ങനെയാണ് ആദ്യ മത്സരത്തെ വിലയിരുത്തുന്നത്? ആദ്യമായി പറയാം, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം അതൊരു ഭയങ്കര വിലപ്പെട്ട ഒരു സംഭവമാണ്. ഒരു ടീം എന്ന് പറഞ്ഞാൽ അതിന് നല്ല എക്സ്പീരിയൻസ് വേണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ശ്രീജേഷ് ഇന്ന് കളിച്ച കളി എന്ന് പറഞ്ഞാൽ 237ാമത്തെ ഇന്റർനാഷണൽ ക്യാപ്പാണ്. 237ാമത്തെ ഇന്റർനാഷണൽ ക്യാപ്പ് നിൽക്കുന്ന ഒരു ഗോൾ കീപ്പർ തീർച്ചയായിട്ടും ഇതിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കളി എന്താണ്, ബോൾ എന്താണ്, എവിടെ വരും, എല്ലാം അനലൈസ് ചെയ്യാൻ ഈസി ആയിട്ട് കഴിയും. അതിനുള്ള കഴിവ് ശ്രീജേഷിനുണ്ട് താനും. അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീമിനെ നെടും തൂണായിട്ട് ബാക്കിൽ നിന്ന് ഫുൾ നമ്മുടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡിഫൻസിൽ നിന്നാണ്. നമ്മൾ ഇന്ന് കളി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഗെയിം സ്ട്രാറ്റജി, ടീമിന്റെ കോച്ച് ഗ്രഹാം റീഡിന്റെ ഗെയിം സ്ട്രാറ്റജി വളരെ മനോഹരമായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് ഏരിയൽ ബോൾസ് അത് ഒപ്പോണൻസിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ഈ അവസരം നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും വളരെ മാർജിനിൽ അവരെ ടീമിനെ നമുക്ക് പിന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ യുവതലമുറ കുറച്ചും കൂടെ ആദ്യമായി ഒളിമ്പിക്സ് കളിക്കുന്നു. അവർക്ക് അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ടാവാം. ആ ഒരു പ്രശ്നം കൊണ്ട് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ലളിത് ഉപാധ്യായ ഒഴികെ ബാക്കി ഫോർവേഡിലെ ആരും തന്നെ വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും പെർഫോം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഡിഫൻസ് ലൈനിൽ നോക്കിയാലോ, നമുക്ക് അമിത് രോഹിദാസ് ആയാലും ശരി, റുബീന്ദർ പാൽ സിംഗ് ആയാലും ശരി, ഹർമൻപ്രീത് ആയാലും ശരി, എല്ലാം വളരെ മനോഹരമായി ഡിഫൻസീവ് സ്ട്രാറ്റജി പ്ലാൻ പ്രകാരം ക്ലിയർ ആയിട്ട് ചെയ്തു. മൻപ്രീത് ആവട്ടെ അറ്റാക്കിന് വേണ്ടിയിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യാം, ഏത് തരത്തിൽ അറ്റാക്ക് ചെയ്യാം, എവിടെ കൺട്രോൾ ചെയ്യാം എന്ന് ടീമിനെ ബോധ്യപ്പെടുത്തിയായിരുന്നു ആധികാരികമായി കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇടവേള കഴിഞ്ഞ് ഇന്ത്യൻ ടീം കണ്ടപ്പോൾ വളരെ കൈവിട്ട ഒരു കളിയിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് വന്നതായിരുന്നു. എന്നാൽ ടീമിന് ശരിക്കും ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ടീമിന് വിജയം നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗോളിയാണ്. ഞാനും ഒരു ഗോൾ കീപ്പർ ആയിരുന്നു. അപ്പം ഈ കളി ജയിച്ചാല് തീർച്ചയായിട്ടും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. കളി തോറ്റാൽ കംപ്ലീറ്റ് എല്ലാവരും കളിയാക്കുക ഗോൾ കീപ്പറിനെ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ശ്രീജേഷ് വളരെ മനോഹരമായ 3 സേവുകൾ നടത്തി ഇന്ത്യൻ ടീമിനെ ഉയർത്തി എടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഫസ്റ്റ് മാച്ച് നേടി എടുത്തു കൊടുത്തിരിക്കുകയാണ്. നാളെ നമ്മൾ ഓസ്ട്രേലിയയായിട്ട് മത്സരിക്കുമ്പോൾ അത് വളരെ പോസിറ്റീവ് എനർജി ആ ടീമിന് തീർച്ചയായിട്ടും. ഓസ്ട്രേലിയയെ കുറിച്ച് പറയുമ്പോൾ വളരെ അഗ്രസീവ്, സ്വാഭാവികമാണ്. ലോക 1-ാം നമ്പറാണ്. അവർ വളരെ അഗ്രസീവാണ്, വളരെ ഫാസ്റ്റാണ് അവരുടെ മൂവ്മെൻറ്റ്സ്. ഒടുവിൽ വരെ, അവസാന വിസിൽ വരെ ആ എക്സ്പ്ലോസീവ്നെസ് നിലനിർത്തുവാൻ അവർക്ക് സാധിക്കുന്ന ഒരു ടീമാണ്. നമ്മൾ ഇന്നത്തെ അവസാന 2 ക്വാർട്ടർ നമ്മുടെ ടീമിൻ്റെ കളി കണ്ടപ്പോൾ എനിക്കൊരു ആശങ്ക ഇല്ലാതില്ല. എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? നമ്മുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാല് നമ്മൾ പെനാൽറ്റി കോർണർ സ്കോറിംഗ് ആണ്. നമ്മൾ പെനാൽറ്റി കോർണർ റേഷ്യോ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പെനാൽറ്റി കോർണർ സ്കോർ ചെയ്യാൻ ശരിക്കും നമുക്ക് കഴിവുണ്ട്. അപ്പം അത് വെച്ച് നോക്കിയാൽ നമുക്ക് പെനാൽറ്റി കോർണർ സ്കോർ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാൻ നമുക്ക് കഴിയും. പെനാൽറ്റി കോർണർ കൺവേർഷൻ നമ്മുടെ കയ്യിൽ വശം ധാരാളം ആൾക്കാരുണ്ട്. നമ്മളൊരു പെർട്ടിക്കുലർ പ്ലെയറിനെ മാത്രമല്ല, 1-2 ബാറ്ററി അല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ കൈവശം ധാരാളം പെനാൽറ്റി കോർണർ സ്പെഷ്യലിസ്റ്റുകളുണ്ട് ടീമിൽ. ആയതിനാൽ പെനാൽറ്റി കോർണർ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. യെസ്, തീർച്ചയായിട്ടും നമുക്ക് ഞാൻ മറ്റ് ഇതിലേക്ക് വരാം, അങ്ങയിലേക്ക്. ശ്രീ സതീഷ്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്പോർട്സ് വളരെ ആവേശമാണ് അവിടെ. സാധാരണഗതിയിൽ ഒരു ഒളിമ്പിക്സ് നടക്കുക എന്ന് പറയുമ്പോൾ 10-12,000 അത്ലറ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമൊക്കെ ആ രാജ്യത്തേക്ക് വരുന്നു. ഉത്സവ അന്തരീക്ഷമായിരിക്കും. പക്ഷേ ഇപ്പോൾ കൊറോണ മാനദണ്ഡം വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് ആർക്കും കളി കാണാൻ പോകാൻ സാധിക്കുന്നില്ല. മറ്റു മാനദണ്ഡങ്ങളൊക്കെ അവിടെ വളരെ ശക്തമായി പാലിച്ചുകൊണ്ടും പോകുന്നു. പൊതുവിൽ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണ്? സ്ട്രീറ്റിലേക്കൊക്കെ ആൾക്കാർക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ടോ? ഈ 4 ദിവസം എല്ലാവർക്കും കളി കാണുവാനും മറ്റുമൊക്കെയായി അവധി നൽകിയിട്ടുണ്ട്. അതും വീട്ടിലിരുന്ന് കാണണം, അല്ലെങ്കിൽ ഹോട്ടലിലിരുന്ന് കാണണം, അല്ലേ? ലിയോസാൻ, ഇവിടെ അറ്റ് പ്രസന്റ് ഈ ഒളിമ്പിക്സ് ക്ലൈമറ്റ് ആണ് ഇവിടെ. ഓക്കെ, സോ ഈവൻ ദ ക്ലൈമറ്റ് ഇസ് ഓൾസോ സപ്പോർട്ടിങ്. ഇവിടെ ഇപ്പൊ സമ്മർ ആണ്. വെളുപ്പാൻ കാലത്ത് 3:30 വെളുക്കും, രാത്രി 8 മണിക്ക് ഇരുട്ടും. സോ സെക്കൻഡ്ലി ഇവിടെ എവറി എൻറ്റയർ ദ നേച്ചർ ഇസ് ഓൺലി വെൽക്കമിങ് ദി എൻറ്റയർ ദ ഒളിമ്പിക്സ്. അങ്ങനെ എനിക്ക് തോന്നണം. പറഞ്ഞ പോലെ ഇപ്പം ഓഫീസസ് എല്ലാം 4 ദിവസം ലീവാണ്. 4 ദിവസം ലീവാണ്. ആൻഡ് എവറിബഡി, എല്ലാവരും അവരവരുടെ വീട്ടിലും ഓർ ക്ലബിലും ഇരുന്ന് കാണും. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഇനിയൊരു ഒബ്സർവേഷൻ ഞാൻ കണ്ടത്, ടോക്കിയോ നഗരം കംപ്ലീറ്റ് ഡെക്കറേറ്റഡ് ആണ്. ഒളിമ്പിക്സ് ഫീവർ ഡെക്കറേറ്റഡ് ആണ്. ആൻഡ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ സ്റ്റേഡിയം. ഇന്നും ഞാൻ കണ്ടിരുന്നു, എല്ലായിടത്തും കളി നടക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ വെളിയിൽ ഇരുന്നിട്ട് അവരെ ന്യൂസും കേട്ട് അവർ നിൽക്കുക അവര്. ഓക്കെ, സോ അത് കാണുമ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ആ കളിയില്. സോ ഓവറോൾ the people are excited and അവിടെ ചെറിയ ചെറിയ ഈവെന്റ്സ് നടക്കുന്നുണ്ട്. നോൺ ഒളിമ്പിക്സ് ഈവെന്റ്സ്, ബുൾ ഫൈറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ആക്ച്വലി. സോ നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ, ഒരു ഓണം പോലെ, ഓക്കെ, എല്ലാവരും ഒരു ഹാപ്പി സെനാരിയോ. ആൻഡ് മോറോവർ എല്ലാവർക്കും അറിയാം, ഇപ്പൊ എൻറ്റയർ വേൾഡ് ജപ്പാനെ നോക്കിക്കൊണ്ടിരിക്കുക. സോ so everybody wishes that ഈ ഒളിമ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് നടക്കണം and bring success over the corona. Okay, yeah. യെസ്, തീർച്ചയായിട്ടും. ഞാൻ ശ്രീ ചന്ദ്രലാലിലേക്ക് വേഗത്തിൽ പോവുകയാണ്. കാരണം നമുക്ക് നാളത്തെ ബൗട്ടിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. നാളെ മേരികോം ഇറങ്ങുകയാണ്, നമ്മുടെ പെൺസിംഹം. 38-ാം വയസ്സിലാണ് ഏഷ്യൻ ഗെയിംസ് അല്ല, ഒളിമ്പിക്സിന് മത്സരിക്കാൻ ഇറങ്ങുന്നത്. എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. പക്ഷേ പ്രായം ഒരല്പം വേഗത കുറച്ചിട്ടുണ്ടെങ്കിലും എക്സ്പീരിയൻസ് എത്രത്തോളം നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും? മെരികോം ആണ് ഈ ഒളിമ്പിക്സിലെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോക്സർ. ബിക്കോസ് ഷീ ഈസ് ബോക്സിംഗ് ഫ്രം 2001 ഓൺവേർഡ്സ് ഇൻ ദ ഇന്റർനാഷണൽ സീൻ. 2001 വിമൻ ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ വർഷം മുതലേ മെരികോം ഇസ് ഇൻ ദ സീൻ. ഷീ ഹാസ് ഓൾറെഡി ഗോട്ട് 6 വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ ഹർ പോക്കറ്റ്. ഷീ ഈസ് ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ്, കോമൺവെൽത്ത് ഗെയിംസ് മെഡലിസ്റ്റ്, and of course world championship maximum medal. And she is already an Olympic bronze medalist too. She is our big best for the medal over here. But see, in boxing, Olympics model, we have started the seeding system. Apam ആദ്യത്തെ 4 world ranking 1, 2, 3, 4 will be put in 4 quarters. And of course, Mericom in the seeding was number 5. And Olympics le 4 seed മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം വിത്തൗട്ട് ബീറ്റിംഗ് ഈ സീഡഡ് ആയിട്ടുള്ള ആദ്യത്തെ 4 ബോക്സേഴ്സിനെ തോപ്പിക്കാതെ ഒരു ബോക്സറിനും മെഡൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റില്ല, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. സോ ദാറ്റ് ഇസ് എ സിസ്റ്റം വിച്ച് ഇസ് പ്രിവെയിലിംഗ് നൗ. സോ മേരികോം ഇരിക്കുന്ന ആ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, anyhow tomorrow she is coming into the ring. She has to beat the Dominican Republic boxer. Of course, അവരുടെ വിമൻ ബോക്സേഴ്സ് അത്ര വലിയ പ്രോമിനൻസ് ഒന്നുമുള്ള ബോക്സേഴ്സ് അല്ല. ബട്ട് കീപ് ഇൻ മൈൻഡ്, മെന്നില് they have one Olympic gold medalist also. So that country is a boxing country. We should not take it very light. But anyhow, she will manage her first bout. That is tomorrow. But her toughest bout will be on 29th. The second bout, she has to face the world number 3. She is from Colombia, Valencia Victoria. That bout will be the deciding bout for Mericom, whether she will reach a medal stage or not. So after that bout, she has to face the winners from Japan, Uganda and Brazil. That will not be that tough.
But the second bout against Colombia is going to be the most decisive bout. And after crossing all those bouts, she will be meeting only number 2 boxer from China. Chinese boxer also not that good enough. But if she was in the other pool, seeded number 1 is from Turkey. We have seen Mary Kom lost to her in the previous encounter. And number 4 boxer is Chinese Taipei. Even Mary Kom has lost to her in the last Olympics qualifying round in the Asian level. So those 2 boxers are very tough enough. So Mary Kom is lucky enough to be in the lower pool where she has to meet world number 3 and world number 2. But if she wants to reach the medal stage, the first obstacle will be from Colombia, Valencia, Victoria. So that bout has to be planned and Mary Kom has to overcome that bout. So then she will be through for a medal. Then of course, as the bout progress, she may clash with the Chinese boxer in the semi-final. And of course, the final will be maybe between Turkey or Chinese Taipei. These are the, predictions, what we have seen from the drawing by of 51 kg category for Mary Kom. But Yes, still what I say is Mary Kom has got immense experience and she can raise to occasion. സാഹചര്യം അനുസരിച്ച് അതിന് തക്ക ഉയരാനുള്ള കാലിബർ ഉണ്ട്. 38 വയസ്സല്ല 39 വയസ്സായി, 40 വയസ്സാവാൻ പോകുന്നു. അപ്പൊ ഇവരുടെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്റെ കയ്യിൽ ഉണ്ട്. ബിക്കോസ് ദേ ഹാവ് ബീൻ ട്രെയിൻഡ് ബൈ us for the past many years. അപ്പം സിനിമാ നടികളെ മാതിരി ഇപ്പൊ കായിക താരങ്ങളും വയസ്സ് കുറച്ചു പറയുന്ന ഒരു ഫാഷനായി വരുക. അപ്പൊ അത് നമ്മൾ കിടക്കുന്നില്ല. Anyhow, this is going to be a യെസ് തീർച്ചയായും നമുക്ക് ബോക്സിങ്ങിനെ കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ വെയിറ്റ് കാറ്റഗറി ഒക്കെ അത് നാളെ നമുക്ക് സംസാരിക്കാം. നാളെ വൈകിട്ട് 7 മണിക്കാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ഷോ. ഒപ്പം നാളെ നമുക്ക് ഇന്ത്യയുടെ കളിയുണ്ട്, നാളെ ഇന്ത്യയുടെ ഹോക്കി മാച്ചസ് ഉണ്ട്. അപ്പോൾ രവിവർമ്മ അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം സതീഷ് കുമാർ ഉണ്ടാകും. കാരണം നമുക്ക് ഈ ജപ്പാൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അവിടെ പ്രാദേശിക തലത്തിലൊക്കെ പല ഉത്സവങ്ങൾ രീതിയിലുള്ള കുറേയേറെ കാര്യങ്ങൾ അരങ്ങേറുന്നുണ്ട്. ജപ്പാൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. ആതിഥ്യ മര്യാദയുടെ അങ്ങേയറ്റമാണ് അവർ എന്ന് നമുക്ക് പറയാം, പോരാട്ട വീര്യത്തിനൊപ്പം. അതൊക്കെ അറിയാം. നാളെ മറക്കരുത്, എല്ലാവരും ഒത്തുചേരുക. നമ്മോടൊപ്പം ഇന്ന് ചേർന്ന ദേശീയ കോച്ച് ശ്രീ ചന്ദ്രലാൽ, ഒപ്പം ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീം മുൻ കോച്ച് ശ്രീ രവിവർമ്മ, ടോക്കിയോയിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്ന സതീഷ് കുമാർ. ഏവർക്കും നന്ദി. ജനം TV ഒളിമ്പിക് സ്പെഷ്യലിൻ്റെ ഇന്നത്തെ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ കാണാം. നാളെ മറക്കണ്ട, ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്ക്. ബൈ.